2014 മുമ്പ് ഈ രാജ്യത്ത് ഒന്നുമില്ലായിരുന്നു. ഈ രാജ്യത്ത് ഒരു വികസനവും ഇല്ലായിരുന്നു. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലായിരുന്നു. ഈ രാജ്യത്ത് മുഴുവൻ ദാരിദ്ര്യവും പട്ടിണിയും അതുപോലെയുള്ള അവസ്ഥകളായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളിലൂടെ പിന്നെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം പിന്നെ മോദി ഗ്യാരണ്ടിയായി അദ്ദേഹം ഇവിടെ നടപ്പാക്കപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജയരാജ് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞാൽ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മോദി ഗ്യാരണ്ടിയായി നടപ്പാക്കിയത് ആർട്ടിക്കിൾ 370 ആംബിഷൻ ആർട്ടിക്കിൾ മാത്രം. അതിനപ്പുറത്തേക്ക് എന്താണ് മോദി ഗ്യാരണ്ടിയായി ഈ രാജ്യത്ത് നടപ്പാക്കിയത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായി. അദ്ദേഹം കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ റെയിൽവേയുടെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ 2014 മുമ്പൊക്കെ ഒരുപാട് ട്രെയിൻ യാത്രകളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അതിനകത്ത് എനിക്ക് അങ്ങനെ വലിയ ശുചിമുറിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു കാര്യം മാത്രം ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ സന്ദീപിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. 2014 മുമ്പ് ഈ ഇന്ത്യ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടാക്സും 2014 ശേഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ടാക്സിനോട് വരുന്ന വരുമാനത്തിലുള്ള വ്യത്യാസമാണെന്ന് മനസ്സിലാക്കണം. ഈ ഇന്ധന നികുതിയുടെ മാത്രം ഒരു വർഷം ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് വരുമാനം വരുന്നത്. അത് എന്ന് പറയുന്നത് 2014 മുൻപ് എന്ന് പറയുന്നത് ഒരു 60,000 കോടി രൂപയായിരുന്നു. 60,000 കോടിയാണ് എത്ര ഇരട്ടിയായി മാറിയിരിക്കുക. 6 ലക്ഷം കോടി. ഇന്ന് അങ്ങേക്ക് അറിയാൻ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ GST നടപ്പാക്കി. GSTയുടെ കണക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോവുക. ഓരോ ത്രൈമാസ കണക്ക് പറഞ്ഞാൽ 3 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം കോടിയാണ് കേന്ദ്ര സർക്കാരിലേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത്. ആ വരുമാനം വെച്ചുകൊണ്ട് അത്രയും ഭീമമായ ഈ ഇന്ധന നികുതി വരുമാനത്തിലൂടെയും അല്ലെ GSTയിലൂടെയും അത്ര അത് ജനങ്ങൾ പോക്കറ്റ് അടിക്കുകയാണ്. GST എന്ന് പറയുന്നതും ഇന്ധന നികുതി എന്ന് പറയുന്നതും കൃത്യമായി ജനങ്ങൾ പോക്കറ്റ് അടിച്ചുകൊണ്ട് ഇവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടിരുന്നു. വലിയ ഈ പറയുന്ന ദേശീയപാതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. ഞാൻ ഒരു കാര്യം മാത്രം അങ്ങനെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഒരു സുഹൃത്ത് അദ്ദേഹം ഈ റബ്ബർ ഉൽപ്പന്നങ്ങളുമായി കൽക്കട്ടയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന ടോൾ ഇനത്തിൽ മാത്രം നൽകേണ്ടി വന്നത് 45,000 രൂപയാണ്. ടോൾ ഇനത്തിൽ മാത്രം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കൽക്കട്ടയിൽ പോയി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ലോറി ട്രക്ക് തിരിച്ചു വന്നപ്പോൾ കൊടുക്കേണ്ടത്. ഈ പൈസ എല്ലാം ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾ. അപ്പം അദ്ദേഹം സന്ദീപ് പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, കോർപ്പറേറ്റുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന്. ഞാൻ പ്രിയപ്പെട്ട സന്ദീപിനോട് ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ രാജ്യത്ത് കോർപ്പറേറ്റുകളിൽ നിന്ന് മാത്രം തിരിച്ചു കിട്ടുവാനുള്ള നികുതി എത്രയാണെന്ന് അറിയാമോ? അങ്ങ് ഞെട്ടിപ്പോകും. അതിന്റെ കണക്കിട്ട് കഴിഞ്ഞാൽ 2 ട്രില്യൺ, അതായത് 21 ലക്ഷം കോടി രൂപ ഒരു വർഷത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റിന് തുല്യമായ തുകയാണ് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് മാത്രം ഈ സർക്കാർ പിരിച്ചെടുക്കാനുള്ളത്. അതിനുള്ള ആർജവത്തെ സർക്കാർ കാണിക്കുന്നില്ല. അതിനുപോലെ എന്ത് ചെയ്യുക? ഈ പറയുന്ന അദാനി ഉൾപ്പെടെയുള്ള മുഴുവൻ ഈ പറയുന്ന വൻകിട കോർപ്പറേറ്റുകൾ കൃത്യമായി പറയാം. 2014 മൻമോഹൻ സിംഗ് അധികാരത്തിൽ പുറത്തു പോകുമ്പോൾ ഈ രാജ്യത്തെ മൾട്ടി ബില്യനേഴ്സ് എന്ന് പറയുന്നത് 30 പേരായിരുന്നെങ്കിൽ 2024 ഈ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് 240 അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സമ്പത്തിന്റെ അസമത്വമാണ്. പിന്നെ ഈ പറയുന്ന സാമ്പത്തികമായ അസമത്വമാണ്. കാരണം ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ CSDSന്റെ സർവേ മാത്രമാണ് ആശ്രയിച്ചാണ് ഞാൻ പറയുന്നതല്ല. ഞാൻ കൃത്യമായി തന്നെ നീതി ആയോഗ് ഞാൻ കൂട്ട് ചെയ്തു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു എന്നറിയില്ല. നീതി ആയോഗിന്റെ കണക്ക് പറഞ്ഞു, തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്ക് പറഞ്ഞു. ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കണക്ക് നീതി ആയോഗ് പറയുന്നു ഇന്ത്യയിലെ ഇപ്പോൾ ഈ പറയുന്ന ദാരിദ്ര്യക്ക് താഴെയുള്ളവരെ 11.8%. അതെന്ന് പറയുന്നത് 15 കോടിയുള്ളൂ. മോദി ഭരണകൂടത്തിന്റെ കാലത്ത് 24 കോടി 82 ലക്ഷം ആളുകളെ ദാരിദ്ര്യ മുക്തിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന 80 കോടി ആളുകൾക്ക് ഈ പറയുന്ന സൗജന്യ ഭക്ഷണം? അല്ലാതെ ഇതിനകത്ത് പിന്നെ കോൺഗ്രസ് പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് ഈ സൗജന്യമായി ഭക്ഷണദാനം കൊടുക്കുന്നതിനെ എതിർക്കണമെന്ന് അങ്ങ് പറയരുതേ. കോൺഗ്രസ് ആണ് നിയമം കൊണ്ടുവന്നത്, റൈറ്റ് ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യസുരക്ഷാ നിയമം. അങ്ങ് പരിശോധിക്കുക. 2013 പാർലമെന്റ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച ഭക്ഷ്യസുരക്ഷാ നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്.